മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവരും ഓരോരോ പരീക്ഷയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മലയാളവും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ. മലയാളത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ശ്രുതി എന്നാണ്. അറിയാത്തവരൊന്ന് അറിയാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. കാരണം എന്താണ്, നമ്മുടെ ലൈവ് ക്ലാസ് കഴിയുന്ന സമയത്ത് നോട്ട്സൊക്കെ നമ്മൾ അയക്കാറുണ്ട്. അത് വാട്സപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നമുക്കറിയാം വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിലേക്കാണ് നമ്മുടെ നോട്ട്സൊക്കെ അയക്കാറുള്ളത് കേട്ടോ. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ നോട്ട് കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പോൾ അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തേക്കുക. ഇനി എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ പറയാനുണ്ട്. പരീക്ഷയെ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യണം, ചിരിച്ചുകൊണ്ട് നേരിടേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് നിങ്ങൾ ഏത് ക്ലാസ്സിലേക്ക് പോവാണ്? 4th പോവാണല്ലേ. 4th പോകുന്ന സമയത്ത് ഇത്രയും നാളുള്ളതുപോലെയല്ല, പാഠപുസ്തകം മാറുന്നുണ്ട്. പാഠപുസ്തകം മാറുമ്പോൾ നിങ്ങൾക്ക് LSS പരീക്ഷയും ഒക്കെ ഉണ്ട് അല്ലേ 4ാം ക്ലാസ്സിൽ. അപ്പോൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തൊട്ട് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഞങ്ങളുടെ സൈലം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചേച്ചിമാരൊക്കെ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. പ്രാണ ബാച്ചിൽ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. യൂട്യൂബിൽ കാണുന്ന ഈ ഒരു ലൈവ് ക്ലാസ്സും കോണ്ടൻറ്റ് വീഡിയോസിനെല്ലാം അപ്പുറത്തായിട്ട് ഓരോ ചാപ്റ്റർ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ കിട്ടുകയും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നടത്തുകയും അതിൻ്റെ ഉത്തരങ്ങൾ ആൻസർ കീ ഡിസ്കഷനായിട്ട് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബാച്ചാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. 1 മണിക്കൂർ നമുക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കാം അല്ലേ. ദിവസവും നിങ്ങൾ ട്യൂഷനൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും പോകുന്ന സമയമൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ്, ഓൺലൈൻ ബാച്ചാണ്. ഇതാ 9954008000 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ തുടക്കമായതുകൊണ്ട് തന്നെ 2499 എന്നുള്ള പൈസയ്ക്കൊരു മാറ്റമുണ്ട്. 2249 രൂപ ഒരു വർഷത്തേക്കാണേ. ഫോർ 1 year ആണ് കേട്ടോ. 1 year, ഒരു വർഷത്തേക്കാണ് ഈ ഒരു ഫീസ്, അല്ലാതെ മാസത്തിലൊന്നല്ല. നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതാ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം തന്നെ വിളിച്ച് സീറ്റൊക്കെ ബുക്ക് ചെയ്യുക. അപ്പോൾ ജൂൺ മുതൽ നിങ്ങൾ 4ാം ക്ലാസ്സിലെ മക്കളാണ്. ഇനി ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഡയറി എഴുതാം. 3ാം ക്ലാസ്സിൽ മാത്രമല്ല, 4ാം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാലോ 5ാം ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാലൊക്കെ ഡയറി എന്ന് പറയുന്നത് ഒരു പരീക്ഷാ ചോദ്യമാണ്. പരീക്ഷയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് എനിക്ക് പരീക്ഷയ്ക്കപ്പുറം നമ്മൾ എന്ത് ചെയ്യണം, ദിവസവും ഡയറി എഴുതണം എന്നാണ് ടീച്ചറുടെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഒരു വിഷയം ടീച്ചർക്ക് സാധ്യത എന്ന് തോന്നിയ ഒരു വിഷയം ടീച്ചർ എടുത്തതാണേ. നിങ്ങളുടെ സ്കൂളിൽ വാർഷികാഘോഷമായിരുന്നു. ആനുവൽ ഡേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. വാർഷികാഘോഷം നടക്കുന്ന സമയത്ത് വിവിധ പരിപാടികൾ ഉണ്ടാവും അല്ലേ. വിവിധ കലാപരിപാടികളുമായ ഗംഭീരമായ ദിവസത്തെ പറ്റി ഒരു ഡയറി എഴുതുക. അപ്പോൾ ഡയറി എഴുതാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങൾ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ഡയറി എഴുതാൻ ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റും. നമ്മൾ നോക്കാം, ഡയറി എഴുതുമ്പോൾ എന്ത് വേണം, ഏത് ദിവസമാണ്, കുറേ ദിവസം കഴിഞ്ഞിട്ട് വായിക്കുന്ന സമയത്തും ഏത് ദിവസമാണ് അത് അറിയാൻ വേണ്ടിയിട്ട് ഡേറ്റ് വേണം. ടീച്ചർ ഇന്നത്തെ ഡേറ്റ് ആണ് ഇട്ടത്, 25/3/2025 അല്ലേ. 26 അല്ലേ. 27 പരീക്ഷ അല്ലേ. 26/3/2025 എന്താണ് ദിവസം? ബുധനാഴ്ച അല്ലേ. ബുധനാഴ്ച ആണെങ്കിൽ ബുധനാഴ്ച. ഇപ്പോൾ പരീക്ഷ നിങ്ങളിപ്പോൾ എഴുതുക നെക്സ്റ്റ് ഡേ ആണെങ്കിൽ ഏത് ദിവസമാണെങ്കിൽ ആ ഒരു ഡേ. ടീച്ചർ ഒരു ദിവസം ഇട്ടതെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആനുവൽ ഡേ എന്തായാലും ഇപ്പം നടക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വെക്കേഷൻ്റെ ഒരു ദിവസം, ഏതെങ്കിലും ഒരു തീയതി എഴുതാൻ കൃത്യമായിട്ട് അറിയുമോ എന്ന് അവർ നോക്കൂ അല്ലേ. മാത്രമല്ല നമ്മൾ ഓരോ ദിവസത്തെയും തീയതിയൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഇത് നോക്കണേ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വാർഷികാഘോഷമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ എന്തായിരുന്നു? വാർഷികാഘോഷമായിരുന്നു അല്ലേ.
നിറയെ ബലൂണെല്ലാം തൂക്കി നല്ല രസമായിരുന്നു. നിറയെ ബലൂണെല്ലാം തൂക്കി നല്ല രസമായിരുന്നു. കുട്ടികളെല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്തു. കുട്ടികളെല്ലാവരും നല്ല കളർഫുള്ളായിട്ടല്ലേ, റെൻറ്റിനൊക്കെ എടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ ഡാൻസ്, നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുക അല്ലേ. ഭംഗിയുള്ള ഒരു ഉടുപ്പിട്ടായിരുന്നു ഞാനും നൃത്തം ചെയ്തത് അല്ലേ. നിങ്ങൾ ഡാൻസിനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യുക. ഭംഗിയുള്ള ഒരു ഉടുപ്പിട്ടായിരുന്നു ഞാനും നൃത്തം ചെയ്തത്. ഞങ്ങളുടെ പാട്ടും പ്രച്ഛന്ന വേഷവും എല്ലാം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഞങ്ങളുടെ പാട്ടും അതുപോലെ ഫാൻസി ഡ്രസ്സ്, അതിനാണ് നമ്മൾ പ്രച്ഛന്ന വേഷം എന്ന് പറയുക. ഞങ്ങളുടെ പാട്ടും പ്രച്ഛന്ന വേഷവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടാവും? ഇപ്പം ടീച്ചേഴ്സും കുട്ടികൾ മാത്രമല്ല, ടീച്ചേഴ്സും നമ്മുടെ അമ്മമാരൊക്കെ സ്കൂളിൽ ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അമ്മമാരും അധ്യാപകരും ചേർന്ന് ഒപ്പന കളിച്ചു. നല്ല മണവാട്ടി ഇത വരുന്നേ. അപ്പോൾ അതിൽ എൻ്റെ അമ്മയായിരുന്നു മണവാട്ടി. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് എഴുതാം അല്ലേ. അപ്പം എൻ്റെ അമ്മയായിരുന്നു മണവാട്ടി, അല്ലെങ്കിൽ എൻ്റെ അമ്മയും ഈ ഒപ്പനയിൽ പങ്കെടുത്തിരുന്നു എന്നെഴുതാം. പരിപാടി കഴിഞ്ഞപ്പോൾ അല്ലേ, പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനവും കിട്ടി. പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ്? സമ്മാനവും കിട്ടി. സമ്മാനമൊക്കെ കൊടുക്കും അല്ലേ. ഇത് കഴിഞ്ഞാൽ ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ചേട്ടൻ വന്ന് സൂപ്പർ പാട്ടൊക്കെ പാടിയപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്തു അല്ലേ. ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ചേട്ടൻ വന്ന് സൂപ്പർ പാട്ടൊക്കെ പാടിയപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്തു. എന്താ പറയുന്നത്? ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ചേട്ടൻ വന്ന് സൂപ്പർ പാട്ടൊക്കെ പാടിയപ്പോൾ, നമ്മുടെ സരിഗമ അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗർ ഇതിലൊക്കെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കും അല്ലേ. അവരുടെ ഗാനമേളയൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ചേട്ടൻ വന്ന് സൂപ്പർ പാട്ടൊക്കെ പാടിയപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്തു. ഇത്ര മതി ഒരു ഡയറി അല്ലേ. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം മക്കൾക്ക്? അതും കൂടെ എഴുതാം കേട്ടോ. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വാർഷികാഘോഷമായിരുന്നു. നിറയെ ബലൂണെല്ലാം തൂക്കി നല്ല രസമായിരുന്നു. കുട്ടികളെല്ലാവരും നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നൃത്തം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെയോ ഭംഗിയുള്ള ഒരു ഉടുപ്പിട്ടായിരുന്നു ഞാനും നൃത്തം ചെയ്തത്. ഞങ്ങളുടെ പാട്ടും പ്രച്ഛന്ന വേഷവും എല്ലാം ഉണ്ടായിരുന്നു. അമ്മമാരും അധ്യാപകരും ചേർന്ന് ഒപ്പന കളിച്ചു. എൻ്റെ അമ്മയായിരുന്നു മണവാട്ടി. അത് നമുക്ക് അഭിമാനത്തോടെ പറയാം അല്ലേ. എൻ്റെ അമ്മയായിരുന്നു മണവാട്ടി. പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനവും കിട്ടി. ടി വിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ചേട്ടൻ വന്ന് സൂപ്പർ പാട്ടൊക്കെ പാടിയപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയറി എഴുതുക. ഇതിപ്പോൾ ടീച്ചർ വാർഷികാഘോഷം എന്ന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി നിങ്ങളുടെ വേറെ എന്തെങ്കിലും പരിപാടിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം കിട്ടി, എന്തെങ്കിലും പെയിൻറ്റിങ് മത്സരത്തിൽ, അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷന്, പാട്ടു മത്സരത്തിന് അല്ലേ, അങ്ങനെ എന്തിനെങ്കിലും സമ്മാനം കിട്ടിയതിനെ പറ്റി നിങ്ങളോട് ഡയറി എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്തതിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക? മനോഹരമായിട്ട് ഡയറി എഴുതുക. അപ്പോൾ ഒരു ഉദാഹരണം ടീച്ചർ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭാഷയിൽ, വൃത്തിയിൽ, ഭംഗിയിൽ, എല്ലാവർക്കും വായിക്കാൻ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ ദിവസവും എൻ്റെ മക്കൾ ഡയറി എഴുതണം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബാബായ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ.